ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഈ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലാണ്. മറ്റൊന്നും കണ്ടല്ല, എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്തെടുക്കണം എന്നൊന്നും എനിക്കറിയില്ല, വലുതായിട്ട് വലിയ പിടുത്തമൊന്നും ഇല്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു സൺഡേ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാമെന്ന്. അപ്പം ചായയാണ് ആക്ച്വലി, ഞാനൊരു ചായ പേഴ്സണാണ്. അങ്ങനെ എല്ലാവരും ഒരു ചായ പേഴ്സൺ അല്ല, ബട്ട് എനിക്കൊരു ഈവനിങ് ആയിരുന്നാലും മോർണിംഗ് ആയിരുന്നാലും ഒക്കെ ഒരു ചായ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സേഷനാണ്. മാക്സിമം ഞാൻ സാറ്റർഡേയ്സും സൺഡേയ്സും ഇങ്ങനെ ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സായി കുറച്ച് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി പൂക്കളെയൊക്കെ നോക്കി ഇങ്ങനെ പ്രകൃതിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര റിലാക്സേഷനാണ്. കാരണം നമ്മൾ മറ്റൊന്നും ചിന്തിക്കാണ്ട് ജസ്റ്റ് പീസ്ഫുള്ളായിട്ട് ഈ വിഷ്വലൻസും മുറ്റത്തെ ചെടികളും പിന്നെ കുറച്ച് മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതെൻ്റെ വീട്ടിലെ 2 കുട്ടികളാണ്, ഈവ, പിന്നെ അടുത്ത ആൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് ഈ ഉറുമ്പിൻ്റെ വരി സൈഡിൽ കൂടെ കാണുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, പണ്ടൊക്കെ ഞാനിങ്ങനെ ഉറുമ്പിൻ്റെ വരി പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അതിൻ്റെ പുറത്തുകൂടെ വരച്ച് വിടും. കുറച്ച് ക്രൂക്കഡാണ്, പക്ഷേ എന്നിരുന്നാലും ഞാനതിലൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലുലുവിലൊക്കെ പോകണമായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ലുലുവിൽ പോയി, പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ട്രെൻഡ്സിലും മാക്സിലും ഒക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ എത്നിക് വിയേഴ്സൊക്കെ നമ്മൾ നോർമൽ കല്യാൺ, ജയലക്ഷ്മി അവിടെയൊക്കെ തന്നെയാണ് പോയി എടുക്കുന്നത്. പക്ഷേ ഈയിടെ ആയിട്ടൊരു 5 to 6 months ബാക്കാണ് ഋതുകുമാർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറിനെ പറ്റി ഞാനിങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞറിയുന്നത്. അപ്പം ഋതുകുമാർ എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി സ്റ്റോറാണ്, നല്ല റേറ്റുമാണ്. പക്ഷേ അവിടുത്തെ ഡ്രസ്സുകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് റേറ്റ് കൂടുതലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മേ ബി മെറ്റീരിയലിൻ്റെ വ്യത്യാസമായിരിക്കാം, ആ കറക്റ്റ് കളർ കോമ്പിനേഷൻ്റെ വ്യത്യാസമായിരിക്കാം, എല്ലാം നമുക്ക് തന്നെ ഒരു പ്രീമിയം ലുക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഋതുകുമാറിൻ്റെ RK എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറുണ്ട്, ഋതുകുമാറുണ്ട്. ഇതിൽ RK ആണ് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയും. കാരണം ഒരു 3000 സംതിങ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ ഓഫർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അതിൽ കുറഞ്ഞ് കണ്ടിട്ടുമില്ല. ഈ ഋതുകുമാർ എന്ന് പറയുന്ന ഒരു 9 നല്ല റേഞ്ചിൽ പോകുന്ന ഒരു ഷോപ്പാണ് ഋതുകുമാറിൽ മാത്രമുള്ളത്. RKയിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് സ്റ്റുഡിയോയിൽ കയറാം. ബിക്കോസ് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് സ്റ്റുഡിയോയിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഞാൻ പോയി, പക്ഷേ എനിക്ക് അത്ര വലുതായിട്ടൊന്നും തോന്നിയില്ല. എപ്പോഴും ഉള്ളതുപോലെയൊക്കെയുള്ളൂ. മേ ബി ആൾക്കാർ വന്ന് എടുത്ത് പോയിട്ടുണ്ടാവാം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി. നമുക്കിപ്പം സൺഡേയും സാറ്റർഡേ ആണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിക്കുന്നത്. മേ ബി സ്കിൻ കെയർ ആവട്ടെ, ഹെയർ കെയർ ആവട്ടെ, പിന്നെ കുറച്ച് ഡാൻസിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പ്രാക്ടീസ് ആയിരുന്നാലും സാറ്റർഡേ സൺഡേ മാത്രമേ സമയം കിട്ടാറുള്ളൂ. മൺഡേ ടു ഫ്രൈഡേ ബിസി ആവും. പിന്നെ ഇത് അവിടെ ഇരുന്ന ഒരാളാണ് കേട്ടോ, ഇതിൻ്റെ സ്റ്റോറി ഞാൻ പിന്നെ പറയാം കേട്ടോ. അതിനുശേഷം പിന്നെ ഈവനിങ്ങിൽ ഒരു ചായ കുടിക്കുന്നൊരു ശീലം പണ്ട് മുതലേ ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ ഒന്നും പറ്റാറില്ല, കാരണം ഓഫീസിൽ പോകണം. പക്ഷേ സൺഡേ ഇങ്ങനെ ഇരുന്ന് കുറച്ച് TV ഒക്കെ കണ്ട് എല്ലാവരോടൊപ്പം സംസാരിച്ചൊക്കെ ആ ദിവസം പോയി. ഇപ്പോൾ ബൈ.